പൊള്ളുന്ന ജയിലനുഭവങ്ങളുടെ ദൃശ്യഭാഷയൊരുക്കിയ സിനിമകൾ അനേകമുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മനസ്സു നീറുന്ന ഒരു സിനിമയാണ് ദി മൗറിത്താനിയ. ആദ്യമേ പറയാം, യഥാർത്ഥ സംഭവങ്ങളെ അടിസ്ഥാനമാക്കി നിർമ്മിച്ചതാണ് ഈ സിനിമ. മൗറിത്താനിയ എന്ന വടക്ക് പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യത്ത് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന മുഹമ്മദ് വലദ് സലാഹി എന്ന ചെറുപ്പക്കാരൻ ഗോണ്ടനാമോയിൽ ബലി നൽകിയത് 2002 മുതൽ 2016 വരെയുള്ള നീണ്ട 14 വർഷങ്ങളായിരുന്നു. മനുഷ്യാവകാശങ്ങളെപ്പറ്റി എന്തെല്ലാം ധാരണയുണ്ടെങ്കിലും ചില സന്ദർഭങ്ങളിൽ എല്ലാം മറന്നേക്കുക എന്നാണ് സിനിമ പറയുന്നത്. ആ മുൾവേലികൾക്കകത്തുള്ളതൊന്നും പുറം ലോകം അറിയില്ല. പുറത്തെ ഒരു അനക്കവും ഉള്ളിലെ തടവുകാർക്കും അറിയില്ല. ഇതാണ് ക്യൂബയിൽ സ്ഥാപിച്ച ഗോണ്ടനാമോ ബേ ഡിറ്റൻഷൻ ക്യാമ്പ്. കനത്ത ഭീതി മാത്രമാണ് ചുറ്റിലും. ഇടയ്ക്ക് കട്ടിയേറിയ ഇരുമ്പ് വാതിലുകൾ തുറക്കുന്ന കരകർശനം. സെപ്റ്റംബർ 11 അമേരിക്കൻ ഭീകരാക്രമണ കേസിലെ കുറ്റാരോപിതരെയാണ് ഇവിടെ പാർപ്പിച്ചിരിക്കുന്നത്. ഫ്രഞ്ച് അറബിക് നടനായ തഹർ റഹീമാണ് മുഹമ്മദ് വലദ് സലാഹിയായി വേഷമിട്ടത്. കസ്റ്റഡിയിലുള്ള ഒരാളെ സത്യം പറയിപ്പിക്കാൻ എന്ത് ക്രൂരതയും സൈന്യം ചെയ്തു കൂട്ടും. രക്തം തണുത്തുറഞ്ഞു പോകുന്ന തരം സമാനതകളില്ലാത്ത സൈന്യത്തിന്റെ ക്രൂരതകൾ തുറന്നു കാണിക്കുന്ന ഗംഭീര സിനിമയായി മൗറിത്താനിയൻ മാറുന്നു. ഭയം നിറക്കുന്ന ഒരു കാഴ്ചാനുഭവമായി പ്രേക്ഷകൻ ഈ സിനിമ അനുഭവപ്പെടുകയാണ്. ഒരു കുറ്റം പോലും ആരോപിക്കപ്പെടാതെ വെറുതെ ഒരു തടവ് ജീവിതമല്ലായിരുന്നു ആ യുവാവിൻ്റെത്. ശാരീരിക മാനസിക പീഡനങ്ങളുടെ ഭീകരതയായിരുന്നു എല്ലാ ദിവസവും അയാളെ കാത്തിരുന്നത്. ദിവസങ്ങളോളം ഉറങ്ങാൻ വിടാതെ കടുത്ത വെളിച്ചത്തിൽ പീഡിപ്പിക്കുക, ഐസ് വെള്ളത്തിൽ ഇട്ടുവെക്കുക, സ്വന്തം മാതാവിനെ വരെ തടവറയിൽ എത്തിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുക, ഓടുന്ന സ്പീഡ് ബോട്ടിൽ തല വെള്ളത്തിൽ മുക്കിപ്പിടിച്ചുകൊണ്ടുള്ള പീഡനം. ഒടുക്കം നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ സമ്മതിച്ചിരിക്കുന്നു എന്ന കുറ്റസമ്മതമൊഴി സൈന്യത്തിന് നൽകാൻ സലാഹി തയ്യാറാവുകയാണ്. 2015 ഗോണ്ടനാമോ തടവറയിൽ നിന്ന് എഴുതിയ ബെസ്റ്റ് സെല്ലറായ ഗോണ്ടനാമോ ഡയറി എന്ന പുസ്തകത്തിന്റെ സിനിമാവിഷ്കാരമാണിത്. MB ടാവൻ, റോറി ഹെയ്ൻസ്, സൊഹറാബ് നോഷിർവാനി എന്നിവരാണ് തിരക്കഥ. ഈ സിനിമയിൽ മഹമ്മൂദ് വലദ് സലാഹിയായി അഭിനയിച്ച താഹർ റഹീമും അഭിഭാഷകയായി വേഷമിട്ട ജോഡി ഫോസ്റ്ററും നിരവധി പുരസ്കാരങ്ങൾ വാരിക്കൂട്ടി. കെവിൻ മക്ഡൊണാൾഡാണ് സംവിധാനം. ഈ സിനിമ ലോകത്തോട് വിളിച്ചു പറയുന്നത് അപ്രിയ വസ്തുതകളാണ്. കേവലം കണ്ടു മറന്നു പോകാനുള്ള ഒരു സിനിമയല്ല ഇത്. പിന്തിരിഞ്ഞ് നോക്കുന്തോറും മനസ്സിനെ വേട്ടയാടുന്ന ചലച്ചിത്ര അനുഭവമാണ് ദി മൗറിത്താനിയ.